വിജയ്, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മറ്റേ മൻ കി ബാത്ത്, അതേപോലെ ചായ് പേ ചർച്ച തുടങ്ങിയ മാതൃകകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ പിൻപറ്റിയാണ് പല രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ ഈ ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കാറ്. ഇപ്പൊ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമാന മാതൃകയില് കലിംഗ് സംഭാഷണം, ഈ പണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ചായക്കടയിൽ ഇരുന്നും കലിംഗിന്റെ പുറത്തൊക്കെ ഇരുന്ന് രാഷ്ട്രീയം സംസാരിക്കും, നാട്ടുകാര്യങ്ങൾ പറയും, അതേ മാതൃകയിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. പക്ഷെ അതിനിടയിൽ ഒരു വൃദ്ധൻ അദ്ദേഹം വന്ന ഒരു നിവേദനം കൊടുത്തു. വീട് നിർമ്മാണം ആവശ്യമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സുരേഷ് ഗോപി ഇത് പഞ്ചായത്ത് അധികൃതർക്കാണ് കൊടുക്കേണ്ടത്, ഒരു MP അല്ല ഇതിൽ നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞ് മടക്കി കൊടുത്തു. പക്ഷെ അത് വലിയ വിവാദമായി. ഈ സുരേഷ് ഗോപി അത് നിവേദനം മടക്കി നിരസിച്ചു, അതായിരുന്നു ടൈറ്റിൽ. CPM അത് ഏറ്റെടുക്കുന്നു. അപ്പൊ സുരേഷ് ഗോപി ഇതിന് കൊടുത്ത വിശദീകരണം, ഈ വീട് നിർമ്മാണ പദ്ധതിയൊക്കെ ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്, സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ തദ്ദേശ ഭരണകൂടമോ നടപടിയെടുക്കേണ്ട വിഷയമാണ്. അതിൽ MP അല്ല നിലപാടെടുക്കേണ്ടത്, നടപടിയെടുക്കേണ്ടത്. പക്ഷേ CPM അതങ്ങ് ഏറ്റെടുത്ത് വീട് നിർമ്മിച്ച് നൽകുകയാണ്. ഇപ്പോൾ വാസ്തവത്തിൽ ഇവിടെ അപഹാസ്യരാകുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം ഈ ഭവന നിർമ്മാണ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ട സംഗതിയാണ്. അത് മാത്രമല്ല, സുരേഷ് ഗോപി അവിടെ MP ആയിട്ട് കഷ്ടിച്ച് ഒരു വർഷം ആകുന്നേ ഉള്ളൂ. അതിനു മുമ്പ് അദ്ദേഹം ആ നാട്ടിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ വീട് നിർമ്മിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ രക്ഷാകർതൃത്വം ഇവിടെ CPM ഏറ്റെടുക്കുന്നു. വലിയ രീതിയിലുള്ളൊരു തമാശയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അരങ്ങേറുന്നത്. എന്ത് ന്യായം പറഞ്ഞാണ് CPM ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? CPM-ിലോട്ട് വരുന്നതിന് മുന്നേ ആദ്യം ഈ സുരേഷ് ഗോപിയുടെ ഈ ഒരു പ്രവൃത്തി ശരിയായോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അവിടെ ഈ സുരേഷ് ഗോപി നമുക്കറിയാം പലപ്പോഴും വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾക്ക് പേര് കേട്ട ഒരാളാണ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു കലാകാരനാണ്, ഇദ്ദേഹം ആത്യന്തികമായി നടനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കലാകാരന്മാർക്ക് അറിയാമായിരിക്കുമല്ലോ, അതിവൈകാരികത അവരുടെ ഒരു ലക്ഷണമാണ് കലാകാരന്മാർ, പ്രത്യേകിച്ച് നടന്മാർക്ക്. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേരെ പോകുന്നുള്ള രീതിയുണ്ട്. അതായത് ഈ ഒരു വികാര വിക്ഷോഭത്തിൽ ആണ് അദ്ദേഹം പൊതുവെ. അതായത് അദ്ദേഹം ദേഷ്യം വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ദേഷ്യം കാണിക്കും, അത് മറച്ചു വെച്ച് സംസാരിക്കാനൊന്നും അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ രാഷ്ട്രീയത്തിൽ വേണ്ടത് ഇത്തരത്തിലൊരു ഈ ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. അത് പലപ്പോഴും സുരേഷ് ഗോപിയിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ ഒരു പ്രവൃത്തിയായിരുന്നു അദ്ദേഹം ഇത്. പക്ഷെ അതിനകത്ത് സത്യസന്ധതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം, തനിക്ക് ഇത് ചെയ്യാൻ നിർവാഹമില്ല, അല്ലെങ്കിൽ തൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ല ഇത് എന്ന് പറഞ്ഞതിൽ പൂർണ്ണമായി സത്യമുണ്ട്. കാരണം ഇത് അദ്ദേഹം, പലരും പറയുന്നുണ്ട് അദ്ദേഹം ഇതുപോലെ ഒരു ജയിച്ചു വന്നതിന് ശേഷമാണ് ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്നത്. ഇത് ഒട്ടും, ഒന്നാമത്തെ കാര്യം ഇതൊരു അഹങ്കാരം അല്ല, ഇതിനകത്ത് ഒരു വസ്തുതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുന്നേ തന്നെ, അതായത് ഇലക്ഷന് മുന്നേ തന്നെ അവിടെ ഒരു കോളനി സന്ദർശിക്കുമ്പോൾ ഇതുപോലെ ഒരു സ്ത്രീ വന്ന് ഇതുപോലെ ഒരു നിവേദനം, ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൈമാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് എൻ്റെ ഒരു MP-യുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമല്ല, നിങ്ങൾ ഇവിടെ പോയി അത് ചെയ്യൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ജയിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് സ്വീകരിക്കാമായിരുന്നു, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയാമായിരുന്നു, അന്ന് കുറേ വോട്ട് മറിയുമായിരുന്നു ആ ഒരു വീഡിയോയിലൂടെ. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കും അദ്ദേഹം പറയുന്നത്, അല്ലാത്ത കാര്യത്തിൽ വെറുതെ വാഗ്ദാനം നൽകി പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു കൊച്ചു വേലായുധൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന നിവേദനം വാങ്ങി ഞാൻ നോക്കിക്കോളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് തട്ടിയൊക്കെ വിട്ടിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങൾ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നേനെ. അത് മാത്രമല്ല, അപ്പോഴും അദ്ദേഹത്തെ വിമർശിക്കാൻ ആളുകളുണ്ടായിരിക്കും. അപ്പോഴും പറയും, MP-ക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഇതൊക്കെ ചുമ്മാ അയാളുടെ നാട്യമാണ് എന്ന് പറഞ്ഞ് അയാളെ വിമർശിക്കാൻ അപ്പോഴും ആളുണ്ടായിരിക്കും. അത് മാത്രമല്ല, പിന്നീട് ഈ കൊച്ചുവേലായുധന് വീട് കിട്ടിയോ ഇല്ലയോ എന്നൊന്നും സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഈ വിമർശിക്കുന്നവർക്കും കൈയടിക്കുന്നവർക്കും അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഇത് കാണണം, അവർക്കൊന്ന് രോമാഞ്ചം കൊള്ളണം, അത്രയും മതി. അപ്പോൾ അതിന് വേണ്ടി ചുമ്മാ ഒരു മനുഷ്യനെ പറ്റിക്കേണ്ട ആവശ്യമില്ല. 2 വർഷമായിട്ട് ഈ മനുഷ്യൻ തൊഴുത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പന മരം ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറത്തൂടെ വീണിട്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. അത് 2 വർഷമായിട്ട് ഇദ്ദേഹം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഉള്ള സ്ഥലത്താണ് ഇദ്ദേഹം ഈ പറയുന്ന 2 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം എവിടെയെല്ലാം കയറിയിട്ടായിരിക്കാം ഒടുവിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് എത്തിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തത്, എന്തുകൊണ്ട് സുരേഷ് ഗോപി എന്നുള്ളൊരു ചോദ്യം. കാരണം മറ്റ് 19 MP-മാരെയും ഇദ്ദേഹം കാണാൻ പോകാത്തത് എന്തുകൊണ്ടായിരിക്കും?
അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സുരേഷ് ഗോപിയെ കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? വയനാട് ഈ പറയുന്ന ചൂരൽമലയിൽ വീട് കിട്ടാതെ അവിടെ സമരം ചെയ്യുന്ന ആൾക്കാരുണ്ട്. വയനാടുള്ള എം പി എവിടെ? വയനാടുള്ള എം പി ഇവിടെ നിന്ന് കണ്ടിട്ട് കുറേ നാളായി. അറിയാമല്ലോ വയനാട് എം പി ഇപ്പോൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഈ സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നാൾ മുന്നേ ഒരു KSU പരാതി കൊടുത്തിരുന്നു. അപ്പോൾ അവിടെ തിരിച്ചടി ചോദിച്ചു വയനാട് ഒരു എം പി ഉണ്ടല്ലോ, അവരെ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത്. സുരേഷ് ഗോപി ഇവിടെ തന്നെ ഉണ്ട് എന്ന്, കാരണം അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള അറിയിക്കാൻ വേണ്ടി നടത്തിയ പരിപാടിയാണിത്. അതിൽ നിന്ന് അവർ അടുത്ത നിറ്റ്പിക്കിങ് ചെയ്തതാണ്. അതിൽ നിന്ന് അവർ കണ്ടെത്തിയ അടുത്ത ഒരു കുറ്റമാണ് ഇതുപോലെ നിവേദനം നിരസിച്ചു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം അവർ പറയുന്ന ഒരു കാര്യം, നിവേദനം വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെട്ട ആളുകൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്ക് കൈമാറാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു MP യുടെ ഓഫീസ് എന്ന് പറയുന്നത് ഒരു തപാൽ ഓഫീസായിട്ട് പ്രവർത്തിക്കേണ്ട ഓഫീസല്ല. അതായത് ഇത് വാങ്ങിച്ചിട്ട് മറ്റെവിടെയെങ്കിലും കൊടുക്കുക, അതൊന്നും ഒരു MP യുടെ ഉത്തരവാദിത്തമല്ല. ഒരു ജനപ്രതിനിധിക്ക് തൻ്റെ അധികാര പരിധിക്ക് പുറത്തു വരുന്ന കാര്യങ്ങൾ നിരസിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശമുണ്ട്. അത് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ വാങ്ങിയിട്ട് അത് മറ്റൊരിടത്തേക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അത് മാത്രമല്ല, ഈ മറ്റുള്ള അങ്ങനെ കൊടുക്കുമ്പോൾ, മറ്റൊരു ഓഫീസിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അവർ ആക്ഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വവും സുരേഷ് ഗോപിയുടെ കയ്യിലായിരിക്കും. കാരണം സുരേഷ് ഗോപിക്ക്, ആ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ നിവേദനം കൊടുത്ത് സുരേഷ് ഗോപിക്കാണ്. അപ്പോൾ നടപടി വന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നേരിട്ട് പഞ്ചായത്ത് തലത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പറഞ്ഞത്. കാരണം ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികൾ ഇവിടെയുണ്ട്. അതിൻ്റെ പരാജയം കൊണ്ടാണല്ലോ ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ വരേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും സുരേഷ് ഗോപി എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. സുരേഷ് ഗോപി വ്യക്തിപരമായി ആളുകളെ സഹായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ MP അല്ലെങ്കിൽ MP എന്ന സ്ഥാനം ഉപയോഗിക്കാതെ വ്യക്തിപരമായെങ്കിലും സഹായം കിട്ടുമായിരിക്കാം എന്ന് പറയാം. പക്ഷെ നമുക്ക് വ്യക്തിപരമായി സുരേഷ് ഗോപി സഹായിക്കണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സഹായം ചോദിച്ചു വരികയാണ്, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്, MP ആണ്. അപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് ഒരു വീട് വെച്ച് തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് MP ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറയുന്നത് കുടുംബത്ത് കുറച്ച് കാശുണ്ടല്ലോ, എടുത്ത് വീട് വെച്ച് തരാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പറയാനുള്ള അവകാശമില്ല. അത് നിങ്ങളുടെ ഔദാര്യമാണ്. നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട. അത് ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ല. അപ്പോൾ അതുപോലെ സുരേഷ് ഗോപി വ്യക്തിപരമായി അയാളെ സഹായിക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളാരും ആളല്ല. അത് അയാൾക്ക് തോന്നുന്നെങ്കിൽ അയാളത് ചെയ്യാം, ഇല്ലെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അയാൾ പറയുകയാണ് എനിക്ക് എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അപ്പോൾ MP ഇനി അയാളുടെ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെട്രോളിയവും ടൂറിസവുമാണ് സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ. അപ്പോൾ ഈ 2 വകുപ്പുകളിലും പെടുന്നതല്ല ഭവന നിർമ്മാണ വകുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഫണ്ടിൽ നിന്ന് തുക എടുത്ത് കേവലം ഒരു വ്യക്തിക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നതിനുള്ള സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് CPM ഇതുപോലെയുള്ള അറവ് നയങ്ങൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ CPM സ്വീകരിക്കുന്ന മറ്റൊരു തന്ത്രം കൂടിയുണ്ട്. ആരാണോ വാർത്താ താരം അതിൻ്റെ മുന്നിൽ പോവുക. മുമ്പ് നമ്മുടെ ഒരു അംഗൻവാടിയിൽ ഒരു കൊച്ചുകുട്ടി ബിർണാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അംഗൻവാടിയിൽ റേഷനരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ ഉത്തരവിട്ടൊരു സർക്കാരാണിത്. അപ്പോൾ അതിനു മുമ്പ് ഉള്ള കുട്ടികൾ അവിടെ പലരും ഭക്ഷണം മര്യാദക്കുള്ള, അതായത് ഗുണനിലവാരമുള്ള ഭക്ഷണം കിട്ടാതെ എത്രയോ കുട്ടികളുണ്ട് അംഗൻവാടികൾ. ആ പ്രശ്നമൊന്നും പരിഹരിക്കും. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പുറകെ അങ്ങ് തൂങ്ങുക. അപ്പോൾ അതിൻ്റെ വാർത്താ പ്രാധാന്യം അടിച്ചു മാറ്റുക. അങ്ങനെ കുറുക്ക് വഴിയിലൂടെ ഇപ്പോൾ കൊച്ചു വേലായുധൻ അത് പരാതിയായിട്ട് ചെന്നില്ലായിരുന്നെങ്കിൽ കൊച്ചു വേലായുധൻ ഇപ്പോഴും വീടില്ലാത്ത ഏത് അവസ്ഥയിലാണോ അവിടെ തന്നെ കഴിയേണ്ടി വന്നേനെ. കൊച്ചു വേലായുധനെ പോലുള്ള മറ്റ് സമാന അവസ്ഥയിൽ കഴിയുന്നവരുടെ അവസ്ഥ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. കാര്യം അവരൊന്നും ഇതുപോലെ വാർത്താ താരമായിട്ടില്ല. അത് ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. ഒരു സമൂഹത്തെ മൊത്തമായിട്ട് അഡ്രസ്സ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു വൈറൽ സംഗതി ഉണ്ടായാൽ ആ പ്രശ്നത്തിന്റെ പുറകെ തൂങ്ങും. അതുപോലെ ഇയാൾക്ക് വീട് കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇപ്പൊ പരസ്യമൊക്കെ വന്നു. ഇവിടെ എല്ലാവരും പറഞ്ഞത് സുരേഷ് ഗോപി ഒരു നോർമൽ രാഷ്ട്രീയക്കാരനെ പോലെ ബിഹേവ് ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് ചിരിച്ചുകൊണ്ട് കഴുത്തെറുക്കുന്ന പരിപാടി. അത് ഇവർക്ക് വേണ്ടത് ഇതാണ്. അത് CPM കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ വീട്ടിൽ ചെന്ന് കണ്ട് വീട് വെച്ച് തരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നോക്കണ്ട ആ പ്രദേശത്തോട്ട്. അല്ല, അതിനുവേണ്ടി ഫണ്ട് പിരിവുണ്ടോ? ഫണ്ട് പിന്നെ പാർട്ടിയാണ് ചെയ്യുന്നത്, സർക്കാരല്ല. അതുകൊണ്ട് പിരിവാണ് പ്രശ്നം.